നമസ്കാരം. ഉത്തർപ്രദേശിൽ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സർക്കാർ നിർദ്ദേശം അവഗണിച്ച 10,000-കണക്കിന് ജീവനക്കാർക്ക് തിരിച്ചടി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാത്ത 68,236 ജീവനക്കാരുടെ ജനുവരി മാസത്തെ ശമ്പളമാണ് യോഗി സർക്കാർ തടഞ്ഞുവെച്ചത്. അഴിമതി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ഈ പരിഷ്കാരം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തീരുമാനം. ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ച ഈ കർശന നടപടിക്ക് പിന്നിൽ ഭരണ സംവിധാനത്തിലെ സുതാര്യതയും അഴിമതി നിർമ്മാർജ്ജനവുമാണ് പ്രധാന ലക്ഷ്യങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ പൊതുജനത്തിനും സർക്കാരിനും നൽകണമെന്ന നയത്തിന്റെ ഭാഗമായാണ് സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിച്ചത്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഓൺലൈൻ പോർട്ടലിൽ ജനുവരി 31-നകം വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനായിരുന്നു സർക്കാർ നൽകിയ അവസാന സമയം. എന്നാൽ സംസ്ഥാനത്തെ ആകെയുള്ള 8,66,261 സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും ഈ നിർദ്ദേശം പാലിച്ചപ്പോൾ 68,236 പേർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നൽകിയ ഈ ഉത്തരവ് മനഃപൂർവ്വം അവഗണിക്കുന്നത് അച്ചടക്ക ലംഘനമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത്. കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കാത്ത പക്ഷം ശമ്പളം തടഞ്ഞുവെക്കുന്നത് വഴി ജീവനക്കാരെ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാൻ പ്രേരിപ്പിക്കാമെന്നും അധികൃതർ കരുതുന്നു. ഈ നടപടി കേവലം ശമ്പളം തടയുന്നതിൽ മാത്രം ഒതുങ്ങില്ലെന്ന സൂചനയും സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. പൂർണ്ണമായ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുവരെ ശമ്പളം നൽകേണ്ടതില്ല എന്നാണ് നിലവിലെ തീരുമാനം. കൂടാതെ നിർദ്ദേശം ലംഘിച്ചവർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അഴിമതിക്കെതിരെയുള്ള സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടാണ് ഇത്തരം കർശന നിലപാടുകൾക്ക് നേതൃത്വം നൽകുന്നത്. ശമ്പളം എന്നത് ഒരു സർക്കാർ ജീവനക്കാരന്റെ മാത്രം വരുമാനമല്ല, മറിച്ച് ആ വ്യക്തിയെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ നിലനിൽപ്പാണ്. പെട്ടെന്നൊരു ദിവസം ശമ്പളം മുടങ്ങുമ്പോൾ അത് വീട്ടുവാടക, ലോൺ തിരിച്ചടവുകൾ, കുട്ടികളുടെ പഠന ചെലവ് തുടങ്ങിയ ദൈനംദിന കാര്യങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. 10,000-കണക്കിന് ജീവനക്കാരുടെ ശമ്പളം ഒരുമിച്ച് തടഞ്ഞു വെച്ചതോടെ സംസ്ഥാനത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാവും എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. കേവലം ശമ്പളം മുടങ്ങുന്നതിൽ അവസാനിക്കാതെ ഭാവിയിലെ സ്ഥാനക്കയറ്റത്തെയും ജോലിയിലെ തുടർച്ചയെയും ബാധിക്കുമോ എന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുമോ എന്ന പേടിയുമുണ്ട്. സാധാരണ ജീവനക്കാർ മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ വീഴ്ച വരുത്തിയത് ഉൾപ്പെടുന്നു എന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭരണ സംവിധാനം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് അന്യായമായി സ്വത്ത് സമ്പാദിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ സ്വത്ത് വെളിപ്പെടുത്തൽ അനിവാര്യമാണ്. അഴിമതിരഹിത ഭരണം എന്നത് വെറും വാഗ്ദാനമല്ല എന്നും അത് നടപ്പിലാക്കാൻ നിയമപരമായ കർശന നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. സ്വന്തം വരുമാനത്തെക്കുറിച്ചും ആസ്തികളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകാൻ മടിക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് സർക്കാർ ഇതിലൂടെ ഉയർത്തുന്നത്. പൊതുജന സേവനത്തിനായി നിയോഗിക്കപ്പെട്ടവർ സാമ്പത്തിക കാര്യങ്ങളിൽ സത്യസന്ധത പുലർത്തണമെന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന ശക്തമായ മുന്നറിയിപ്പും ഈ നടപടി നൽകുന്നുണ്ട്.